കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തെറ്റായ പ്രചരണങ്ങളിലൂടെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇതിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണ്. ഇതിനു ശേഷം നമ്മളൊക്കെ പോകുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കേരളത്തിൽ സ്ഥാപിക്കുന്നു. അത് കോഴിക്കോടാണ് സ്ഥാപിക്കുന്നത്. ഇവിടെ ഏതാനും തൊട്ടടുത്താണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട സി. ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഇതിന് തൊട്ട് മുൻപുള്ളൊരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് ഇവിടെ ഇരുന്നപ്പോൾ വന്നതുകൊണ്ടാണ്, അതുകൊണ്ടുകൂടിയാണ്. അതായത് ഇപ്പൊ തൊട്ടടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രത്തിനെതിരെ തെറ്റായിട്ടുള്ള പ്രചരണം, ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ നൽകാൻ കഴിയുന്ന ചികിത്സ അവിടെ നൽകി, പക്ഷേ തെറ്റായ പ്രചരണം, ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം, ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധം. എന്താ സംഭവിച്ചതെന്നറിയാമോ? 3 ഡോക്ടേഴ്സ് അവിടെ നിന്ന് രാജിവെച്ചു. അപ്പൊ അവിടുത്തെ രാത്രികാലത്തിലുള്ള സേവനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആർക്കാണ് ഗുണം ചെയ്യുക? ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്യും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, ചികിത്സാ സംവിധാനങ്ങളിൽ, പൊതുജനാരോഗ്യ മേഖലയിൽ, ആരോഗ്യ സൂചകങ്ങളിൽ, ഇതിലെല്ലാം തന്നെ നാം കൂട്ടായി സൃഷ്ടിച്ച, കൂട്ടായി രൂപപ്പെടുത്തിയ, കൂട്ടായി സാധ്യമാക്കിയ വികസനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ കെട്ടിടങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ ആദ്യമായവയാണ് ഉള്ളത്. ബിസിനസ് ചെയ്താൽ 4500 രൂപ, ഒരു മാസം ചെയ്താൽ 18,000 രൂപ. ഈ 18,000 രൂപ എവിടെ നിന്ന് കണ്ടെത്തും? സർക്കാർ സ്കീമുകളിലൂടെ 125. നമ്മളിപ്പോ ഇവിടെ കൂടുമ്പോൾ ഇന്ന് കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം 3000 ആളുകൾക്ക് ഡയാലിസിസ് നൽകപ്പെടുന്നുണ്ട്. 3000 ആളുകൾക്ക്. അപ്പൊ സർക്കാർ സ്കീമുകളിലൂടെ, കാരുണ്യയിലൂടെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ അത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആ വ്യക്തികളും കുടുംബങ്ങളും മാറപ്പെടുകയും സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് തലം മുതൽ ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. നേത്രാന്ധത മാറ്റുന്നതിന്, നേത്ര പടലം അത് മാറ്റി, കോർണിയ മാറ്റി. ആ വളരെ വിജയകരമായിരുന്നു. വീട്ടിലേക്ക് ആ പേഷ്യന്റ് പോവുകയുണ്ടായി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 9ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോവുകയാണ്, ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഹോസ്പിറ്റലിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് മാറ്റി വെച്ചു. 30 ദിവസം ആ പെൺകുട്ടി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ്. മുഴുവൻ സപ്പോർട്ടിംഗ് മെഷീൻസ് മാറ്റി, അവൾ ആഹാരം കഴിച്ചു, അവൾ പുസ്തകങ്ങൾ വായിച്ചു. ഡോക്ടേഴ്സിനോട് പിറ്റേ ദിവസം പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് ആ പെൺകുട്ടി, 21 വയസ്സുള്ള മകൾ പറഞ്ഞ് അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് അവൾ നിർഭാഗ്യകരമായിട്ടുള്ളൊരു ഇതുണ്ടായി. പക്ഷെ 30 ദിവസം കഴിഞ്ഞിട്ട് 32ാമത്തെ ദിവസം ആണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാകുന്നു. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഈ ദിവസങ്ങളിൽ വന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പറയാനുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സ്ഥാപനമാണ്. 1500-ലധികം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ.